ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി ഫോർ ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ആത്മീക വർധനയ്ക്കുള്ള 5 നേതൃത്വ വരങ്ങൾ. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ, അതായത് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിനുള്ള ആത്മീയ വർധന. അപ്പം ദൈവത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി, നമ്മുടെ അല്ല കേൾക്കണേ, ദൈവത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഉള്ള ആത്മീകമായ 5 ആത്മീയ വരങ്ങൾ അല്ലെങ്കിൽ നേതൃത്വ വരങ്ങളാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അതിൽ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് വായിപ്പിക്കുന്നത്: അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷന്മാരും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ആക്കി നിയമിച്ചിരിക്കുന്നു. ദൈവം ചിലരെ നിയോഗിക്കും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാണ്. എന്തിനാണ് തരുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ എല്ലാ ദൈവവചനവും ദൈവശ്വാസികമാണെന്നും ആത്മാവിന് ശരീരമില്ലാത്തതിനാൽ ആത്മാവിൻ്റെ ശരീരരൂപമായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവവചനമാണെന്നും ആ ദൈവവചനം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ജീവനുള്ളതായി മാറുന്നു. നമ്മൾ വചനത്തിനെക്കുറിച്ചുള്ള വചനം റീമ വേർഡ് അല്ലെങ്കിൽ ലോഗോസ്. ലോഗോസ് വേർഡ് മീൻസ് ആദ്യോട്ട് അവസാനം വരെയുള്ള ദൈവത്തിൻ്റെ വചനമാണ്, വിശ്വാസമാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രയാസ സമയത്ത് നമ്മൾ വായിക്കുമ്പം ചില വാക്യങ്ങൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ജീവൻ വെച്ച് പുറത്തോട്ട് പൊങ്ങി വരും. അത് നമുക്കുള്ളതാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഹാസ് ബിക്കം എ റീമ വേർഡ്. അപ്പോൾ ഞാൻ ഈ അയക്കുന്ന വചനത്തിൽ ഏതാണ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കൊള്ളുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ് ഓൺ എവ്രിബഡീസ് ലൈഫ്. അപ്പോൾ ഈ വചനം പറയുന്ന എനിക്ക് തന്നെ രൂപാന്തരം, എന്നിലുള്ള രൂപാന്തരം കണ്ടിട്ട് തന്നെ ഞാൻ അതിശയിക്കും. ബിക്കോസ് വളരെ സ്റ്റബേൺ ക്യാരക്ടറാണ് എനിക്കുള്ളത്, വളരെ സ്റ്റബേൺ, വളരെ തീഷ്ണതയുള്ളൊരു നേച്ചറാണ്. ദാറ്റ്സ് ഇൻബോൺ നേച്ചറാണ്. നമുക്കിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഇൻബോൺ നേച്ചർ കൊണ്ടാണ് എത്ര പ്രയാസം ഉണ്ടെങ്കിലും വചനം വായിച്ചിട്ട് അത് നമുക്ക് പോലെ നമ്മൾ പോയ കുഴിയിൽ കൂടെ മറ്റുള്ളവർ പോകാതെ ജയിച്ച് രക്ഷപ്പെട്ട് യേശുവിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ആത്മാവിൻ്റെ ബലമാണ് നമ്മളെ നടത്തുന്നത്. അപ്പം ഒരു പേഴ്സണലായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് നമ്മൾ വചനം പറയാൻ നിൽക്കുന്നത്. അപ്പോൾ വചനത്തിൻ്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് ചില വരങ്ങൾ അങ്ങിട്ട് തരും. നേതൃത്വ വരങ്ങളിലേക്ക് ഉയർത്തുകയാണ്. അതായത് ദൈവം സമ്മതിക്കാതെ ഒരു മനുഷ്യൻ ദൈവവചനം ആധികാരികമായിട്ട് പറയാനൊക്കത്തില്ല. പിന്നെ ഇത് പറയുന്നത് ചെന്ന് കൊള്ളിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ദൈവശക്തിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വചനം അയക്കുന്നത് എങ്കിൽ കർത്താവ് ചെന്ന് കൊള്ളുന്നിടത്ത് അനേകർക്കത് പ്രയോജനമായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകൾ എനിക്ക് എഴുതി അയച്ചിരിക്കുന്നു, മാഡത്തിൻ്റെ വചനം കേൾക്കുമ്പം നഷ്ടപ്പെട്ട് വഴിയിൽ നടക്കുന്ന മക്കൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർത്തും വരും. കാരണം എവിടെ പോകാൻ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവരെല്ലാം ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് കൂട് വെച്ചാലും പാതാളത്തിൽ വിരിച്ചാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. 4 വയസ്സുള്ള ഒരു കുട്ടിയോട് ദൈവാത്മാ പറയുന്നത് ദ ഹോൾ എർത്ത് ഈസ് ലൈക്ക് എ ചെസ്റ്റ്നട്ട് ഇൻ മൈ ഹാൻഡ്. ആ കുട്ടിയോട് ദൈവം പറഞ്ഞത് ഈ ഭൂമി മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു നട്ട്, അതായത് ചെറിയൊരു കായയുടെ വലിപ്പമേ എൻ്റെ കയ്യിലുള്ളെന്ന്. കർത്താവിൻ്റെ കൈ കൊണ്ട് ഇതെല്ലാം അളന്ന് വെക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ വിനയപ്പെട്ട് അങ്ങോട്ട് ചെല്ലാമെങ്കിൽ കർത്താവ് പഠിപ്പിക്കാൻ പോകുന്നത് ഈ 2 സാമുവേൽ 23:2 പറയുന്നത് യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലുള്ളവർക്കും ഇത് അറിയാമായിരുന്നു. അവൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മൾക്ക് പലതരത്തിൽ സംസാരിക്കാൻ നോക്കും. നമ്മുടെ അറിവുണ്ട്, ജ്ഞാനം കൊണ്ട് നേടും. പലരും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുകയാണെങ്കിൽ അവർ ആത്മാവിൻ്റെ സംസാരം അല്ല ശ്രദ്ധിക്കുന്നത്. അവർ തേജസ് വണ്ടി അവർ പഠിച്ചതിൽ നിന്ന് നമ്മുടെ അസുഖം എന്താ, അതിനെന്ത് ട്രീറ്റ്മെൻറ്റ്, ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, ഷീ വാസ് MBBS ഉള്ളി. പക്ഷേ അമ്മയെ കാണാൻ വരുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ അവരുടെ പകുതി രോഗം മാറിപ്പോയെന്ന്. എന്ത്? ബിക്കോസ് ഷി വാസ് ഇൻ ദ സ്പിരിറ്റ്. അപ്പം നമ്മൾ പഠിത്തം തന്നെയല്ല. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിനകത്ത് കണ്ടു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഇനി ഡോക്ടേഴ്സിനെ ലോയേഴ്സിനെ ഒന്നും ആവശ്യമില്ല, ആവശ്യമില്ല, മനുഷ്യന് ജോലി ആവശ്യമില്ല, അവർ ജോലി ചെയ്തോളും. പിന്നെ നമ്മൾ എന്താകും? വി ആർ ബിക്കമിങ് ലോട്ടസ് ഈറ്റേഴ്സായി മാറും. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ.
രാവിലെ തൊട്ട് രാത്രി വരെ എന്തെങ്കിലും ഭക്ഷിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, വേണ്ടാത്ത വഴികളിൽ പോവുക. ഇതൊക്കെ നടക്കും, വരാൻ പോകുന്നു. അതിനു മുമ്പ് ഏതായാലും സ്വർഗത്തിലെ അപ്പച്ചൻ രണ്ടാമത്തെ വരവ് വരട്ടെ. മഹതിയാം ബാബിലോൺ കെട്ടി പൊക്കാതെ നമ്മളെ സൂക്ഷിക്കട്ടെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. 2 സാമുവേൽ 21. സാമുവേൽ പ്രവാചകൻ്റെ വാക്കുകളാണ്. അവൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണെന്ന് പറയുന്നവർക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതില്ലാതെ വെറുതെ ദൈവത്തിൻ്റെ വാക്യങ്ങൾ കോട്ടിപ്പറയാൻ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആവർത്തന പുസ്തകം 4:36 അവൻ എനിക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശ നിന്ന് തൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കുന്നു. ദൈവശബ്ദം നമുക്ക് മോനെ നീ അതിലെ പോകരുത്, ഇതിലെ ആണ് എന്ന് പറഞ്ഞ് വഴിതിരിപ്പിക്കുന്നത് ദൈവമാണെന്ന്. ഭൂമിയിൽ തൻ്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. സ്വർഗത്തിലെ തീ ഇറക്കിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, കാണുന്ന തീയല്ല. അതുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ ബാൽവിഗ്രഹങ്ങളുടെ പുറകെ പോയപ്പോൾ ഏത് ദൈവമാ സത്യമെന്നറിയാൻ മുകളിൽ നിന്ന് തീയിറക്കട്ടെ എന്ന് പറയുന്നു. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ 5 ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, നേതൃത്വ വരങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ചിലർ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ. അപ്പോൾ ഇതെല്ലാം ഒരു 8 പേരൊന്നിച്ചൊരു ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ ഈ ഓരോരുത്തരിലും ഈ ക്യാരക്ടേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ സൗദിയിലൊക്കെ ആയിരുന്നപ്പം വി ഹാഡ് സ്മോൾ പ്രേയർ ഗ്രൂപ്പ്സ്, 12 പേര് 16 പേര് അങ്ങനെയുള്ള. കാരണം ബിക്കോസ് ഇറ്റ് വാസ് എ റെസ്ട്രിക്റ്റഡ് ഏരിയ. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഫ്യൂ മന്ത്സിനകം ചിലർക്ക് വചനം എടുക്കാനുള്ള കൃപ കാണും. ചിലർ ഇരിക്കുന്ന ഉടനെ അവർക്ക് രോഗശാന്തി വരാൻ വരുന്നു. ചിലർക്ക് വരാൻ പോകുന്നത് വിളിച്ചു പറയുന്നു. ചിലർ വചനം പറയുന്നുണ്ടെങ്കിൽ അവർ പുസ്തകം കൊണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ ആ പേജ് തന്നെ അവർക്ക് വരും. ചിലർക്ക് വചനം ഇങ്ങനെ അവരുടെ മുമ്പിൽ എഴുതി വരും. ഇങ്ങനെ ചിലർക്ക് നല്ല ദൈവത്തിൻ്റെ സ്മെല്ല് അനുഭവിക്കും. അപ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറയും ഇത്ര അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെയോട് നമുക്ക് പുറത്തിറങ്ങി പ്രാർത്ഥിക്കാനോ പോകാനോ ഒക്കാത്തപ്പം വി ഹാഡ് എ സ്മോൾ ഗ്രൂപ്പ് വെയർ സിറ്റ് ടുഗെദർ, വി ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ്. വചനം എടുത്ത് വായിക്കും, പിന്നെ അവൻ്റെ സാന്നിധ്യം. കാരണം കർത്താവ് പറയുന്നത് 2 അതിൽ കൂടുതൽ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ ഞാനുണ്ട്. പിന്നെ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്തെന്നോട് ചോദിച്ചാൽ, ന്യായമായ കാര്യങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാനത് തന്നിരിക്കും. ദിസ് ഈസ് ദ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ചെറിയ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത്. വലിയ ഗ്രൂപ്പിൽ വരാത്തതിൻ്റെ റീസൺ ഐക്യതയുടെ ആത്മാവ് പോകുന്നു, ഈ വിഘടതയുടെ ആത്മാവ്, അത് സ്ട്രൈഫ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. വലിയ പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ വലിയ മീറ്റിംഗ് കൂടുമ്പം കുറച്ച് കഴിയുമ്പോൾ വഴക്കായി മാറും. ഇപ്പോൾ കുർബാന അങ്ങോട്ട് തിരിഞ്ഞെടുക്കണോ ഇങ്ങോട്ട് എടുക്കണോ എന്ന് പറയുമ്പോൾ ചില സഭകളിൽ വഴക്ക്. എന്ത് ദൈവത്തെ സ്തുതിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളതിൻ്റെ പുറകിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആത്മാവിൽ കാണാനുള്ള കണ്ണ് വേണ്ടേ? ഇപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെയൊന്നും ഇവരെ നിയന്ത്രിക്കാൻ സഭകളിലുള്ളിടത്ത് ഈ ഗ്രൂപ്പുകളിൽ ഈ വരങ്ങളുള്ളവരെ എൻകറേജ് ചെയ്യണം. എന്തൊക്കെയാണ്? ചിലർ പണ്ടത്തെ പോലെ വെട്ടിക്കൊല്ലുന്ന പ്രവാചകന്മാരല്ല. ഇപ്പോൾ പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെന്ന് പറയുമ്പം ടു എഡിഫൈ ആൻഡ് കംഫർട്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അവരെ ആത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ പ്രോഫറ്റ്സിൻ്റെ ജോലി. പിന്നെ ചില പ്രോഫറ്റ്സ് വിളിച്ചു പറയുന്നതാണ്. പക്ഷേ അവർ വിളിച്ചു പറഞ്ഞാലും നമ്മൾ ആത്മാവിൽ ദൈവവചനമായിട്ട് ചേരുന്നതെന്ന് നോക്കണം. പിന്നെ ഒന്നുകൂടെ ഓർക്കണം, ഈ പലരും പ്രോഫറ്റ്സ് വന്ന് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോവുക. നമ്മൾ 10 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മക്കളുടെ രൂപാന്തരം അല്ലെ വിവാഹം അല്ലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ലാസ്റ്റ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളിങ്ങനെ പെറ്റീഷൻ അയച്ചുകൊണ്ടേ ഇരിക്കുമ്പം കൃപാവരമുള്ള ഒരാൾ വിളിച്ചു പറയും, അതാ നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം. അത് അവർ പറയുന്നതിലല്ല ശക്തി ഇരിക്കുന്നത്, നമ്മുടെ ഇതുവരെയുള്ള പ്രാർത്ഥനയുടെ പൂവിടലാണ്. അത് അവർ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ് ചെയ്തത്. അപ്പം എല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വയമായിട്ട് പ്രശംസിക്കാൻ ഇതിനകത്തൊന്നുമില്ല. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ സന്തോഷിക്കുക, അതിന് കുഴപ്പമില്ല. അപ്പോൾ ചിലരെ അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടവരാണ്. ചിലർ എവിടെ ചെന്നാലും 4ഉം 5ഉം വെച്ച് പ്രേയർ ഗ്രൂപ്പോ പ്രാർത്ഥനയോ അങ്ങനെയല്ലേ ഓരോ ഗ്രൂപ്പുകളിൽ പലയിടത്ത് പോയി. നമ്മൾ പഴയുള്ള നിയമത്തിലും ക്രിസ്ത്യാനിറ്റി തുടങ്ങിയപ്പം പൗലോസ് പോയിടത്തെല്ലാം ചർച്ച് തുടങ്ങി. ബിക്കോസ് അദ്ദേഹം ഒരു അപ്പോസ്തലനായിരുന്നു. അതുപോലെ ഇപ്പോഴുള്ള പലരെയും നമ്മളെ മുൻനിരയിൽ നിൽക്കുന്നവർ പോകുന്നിടത്തെല്ലാം പ്രേയർ ഗ്രൂപ്പ് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ പള്ളി തുടങ്ങുക അല്ലെങ്കിൽ സഭ തുടങ്ങുന്നതിൻ്റെ റീസൺ അവർക്ക് ആ വരമുണ്ട്, ദൈവം കൊടുക്കുന്നതാണ്. അപ്പോസ്തലന്മാർ, ചിലർ പ്രവചിക്കുകയാണ്, സുവിശേഷം ദൈവവചനം പറയുന്നവർ, ചിലരെന്താണ് ഇടയന്മാർ, ചിലർ ഉപദേഷ്ടാക്കൾ. അപ്പം ഇടയന്മാരെന്ന് വെച്ചാൽ ഷെപ്പേർഡാണ്. ഉള്ളവരെ പുതിയ ആളുകളെ കയറ്റുകയല്ല, ഉള്ളവരെ പരിപാലിക്കുകയാണ്.
ഉപദേശം കൊടുക്കുക. ഇതെല്ലാം ഒരു 10 പേര് ഒരു പ്രാർത്ഥന കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യണം, എന്നാലേ അവർ വളരത്തുള്ളൂ. ഞങ്ങൾ സൗദിയിലായിരുന്നപ്പം ദാറ്റ് വാസ് ദ ഗുഡ് തിങ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കൂടും, ഒരു 8-10 പേര്. ബിക്കോസ് അവിടെ നമുക്ക് പുറത്തുനിന്ന് ആരിനെ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ വചനത്തിലിരിക്കുമ്പം വി ക്യാൻ സെൻസ് ദ പ്രസൻസ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഈ 5 ശ്രേഷ്ഠവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് താൻ ചെയ്യുന്നതിന് നമുക്ക് അതിരില്ല. നമ്മൾ അടുത്ത് ചെന്നാൽ കർത്താവ് വരുന്ന കർത്താവിന് നമുക്ക് അനുഗ്രഹിക്കണം, നമുക്ക് വരം തരണം. നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹം കർത്താവിനാണ്. അപ്പം നമുക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അസറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുക. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, അവരറിയണം എവിടെ ആയിരിക്കുന്നതെന്ന്. ഏതപ്പൻ്റെ അമ്മയും ന്യായമായൊരു ചിന്തയാണ്. അവർ അർഹിക്കുന്നവർക്കേ അത് കൊടുക്കൂ. അതിന് കൊടുക്കാതെ എത്രയോ കാശുകൾ നമ്മുടെ ബാങ്കിലൊക്കെ കിടക്കുന്നെന്ന് കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ആത്മാവിലായി കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവീക കൃപകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. പ്രോഫറ്റ്സും അപ്പോസ്തലനും ചിലരെ അപ്പോസ്തലന്മാർ, ചിലരെ പ്രവാചകന്മാർ, ചിലരെ ഉപദേശകന്മാർ, ചിലരെ ടീച്ചേഴ്സായിട്ട് കർത്താവേ, ഓരോന്നും നീ ഇവാഞ്ചലിസ്റ്റായിട്ടൊക്കെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നിൻ്റെ മഹത്വത്തിന് വേണ്ടി, ഞങ്ങളുടെ അല്ല. ക്രിസ്തുവിന് മഹത്വം കൊടുക്കാൻ നിൻ്റെ സാക്ഷികളായിട്ട് നിന്നിട്ട് പൗലോസ് പറയുന്നത് പോലെ ഈ വരങ്ങൾ ഇന്നും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷേ എവിടെയാണ് ആർക്കും അതെടുത്ത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത പോലെ അടഞ്ഞു പോകുന്നത്? അതായത് ഐക്യത്തിൻ്റെ ആത്മാവ് ഒരു ചെറിയ ഗ്രൂപ്പിൽ അപ്പച്ചൻ കടന്നു വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണം. ഓരോ ചെറിയ ഗ്രൂപ്പുകൾ വലുതാകുമ്പം ആ കൂട്ടായ്മയ്ക്ക് തന്നെ ഒരു ശക്തി വരും. അവനവൻ്റെ ഗ്രൂപ്പൊന്നും ആക്കാതെ യേശുവിന് വേണ്ടി നിൽക്കുന്നത്, എങ്ങനെ പോയാലും ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ള ചിന്തയോട് വന്നാൽ ഐക്യതയുടെ ആത്മാവ് വരും. കർത്താവ്, ബാബേൽ ടവറിൽ കർത്താവ് ദൈവം ഭാഷയെ കലക്കി, കാരണം മനുഷ്യൻ സ്വാർത്ഥരായെന്ന്. എന്നാൽ പെന്തക്കോസ്ത് ദിവസത്തിൽ ഭാഷയെ യുണൈറ്റ് ചെയ്യിപ്പിക്കുക, ഒന്നിച്ചാക്കി. വികട ഭാഷ മാറി ഏക മനസ്സിൽ, ഏക ചിന്തയിൽ, ഏക ഭാഷയിൽ അവനവന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഭാഷ കടന്നു വന്നെങ്കിൽ അങ്ങനെയാണ് പുതിയ നിയമത്തിൽ നീ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും പല തട്ടിൽ നിൽക്കുന്നവർ ഏക മനസ്സിൽ കൊണ്ടുവന്ന്, താഴ്വരകൾ പൊങ്ങണം, ഉയർന്നിരിക്കുന്ന മലകൾ താഴെയിടണം, സമഭൂമിയാക്കി കൊടുത്ത് എല്ലാവരും ഏക ചിന്തയിൽ കർത്താവിൽ സന്തോഷിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ സംഭവിക്കുന്നതിന് സ്തോത്രം. കുടുംബം തലമുറകളായിട്ട് നിന്നെ സന്തോഷിക്കുന്നവരാക്കി. നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരു ഭവനത്തിൽ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഭാഗ്യം ഞങ്ങൾ കണ്ണിൽ കണ്ടുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്വർഗത്തിലെ കുടുംബം പോലെ ഇവിടെയും കുടുംബമാക്കി തരുന്നതിന് നന്ദി. പ്രാർത്ഥനയോട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.